പെൺപിള്ളാരെ കെട്ടിക്കുമ്പം പാപ്പമാര് വീട് വയ്ക്കേണ്ടി വരും. അത്രയും നിങ്ങളോട് ആര് പറഞ്ഞു? അള്ളാഹി റസൂലും പറഞ്ഞു. അള്ളാഹി റസൂലും പറഞ്ഞു നിങ്ങളുടെ മകളെ കെട്ടിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് വീട് വിൽക്കേണ്ടി വരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് പലിശക്ക് എടുക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹി റസൂലും പറഞ്ഞ അനുസരിക്കാത്തോണ്ട്. കല്യാണത്തിന് ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടമാടുന്നു മാമൂലെന്ന മാറാപ്പ്. മുസ്ലിം മങ്കകൾ പാലും തേനും നൽകി വളർത്തുകയാണ്. കുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്, കുത്തുവാളയെടുപ്പിക്കും ഈ പൊല്ലാപ്പ്. പെണ്ണ് കാണല് മുതൽ തുടങ്ങും ആണിന്റെ ഉള്ളിൽ ബേജാറ്. പെണ്ണ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ വേണം ഒത്തിരി മാമൂല്. എന്തെല്ലാം കോപ്രായങ്ങള്! ഇതിനൊക്കെ എത്ര രൂപ ചെലവാണ്? അതുകൊണ്ട് ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ആളുകളുടെ കൽബിൽ ഇത്ര ആദി വരുന്നത്? എന്തുകൊണ്ടാ? എനിക്കൊരു മോള് ജനിച്ച് പലരും അൽഹംദുലില്ലാഹ് 2 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ 3 പെൺകുട്ടികൾ ഉണ്ടായെങ്കിൽ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞു. പുറമേ പറയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആദിയാണ്. എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും, എങ്ങനെ കെട്ടിക്കും? ലക്ഷദ്വീപിലും സൗദി അറേബ്യയിലും ഒക്കെ പെൺകുട്ടികളുള്ളവർക്ക് എന്ത് സന്തോഷമാണ്. നമ്മക്ക കൽബിൽ മുഴുവൻ ബേജാറായി എങ്ങനെ കെട്ടിക്കും എന്നുള്ളതാണ്.